മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ക്ലാസ്സുമായിട്ടാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മാസ്റ്റർ കീ അക്കാഡമിയിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ വ്യക്തമായ സ്റ്റഡി പ്ലാനുകളും ഉണ്ടായിരിക്കും. ഒരു വീക്കിലേക്കുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. എക്സാമുകളുണ്ട്, കൃത്യമായ സ്റ്റഡി പ്ലാൻ തരുന്നു. എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ. ദെൻ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പരീക്ഷ, ഇതിന് ശേഷം ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാകും. കൃത്യമായി നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ മെൻറ്റേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഫുൾ ടൈം ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മാസ്റ്റർ കീ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഉറപ്പായും മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല്, ഏറ്റവും എക്സലൻ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂൾ വൈസും, ഓരോ ടോപ്പിക്കിലെ ഓരോ മൊഡ്യൂൾസ് വൈസും നമ്മൾ കൃത്യമായ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്കറിയാം, വളരെ വലിയൊരു സിലബസാണ് നമുക്ക് തന്നിരിക്കുന്നത്. PSC നമുക്ക് ഓൾറെഡി സിലബസ് തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രിലിമിനറിക്ക് തന്ന സിലബസിനകത്ത് ഓരോ ടോപ്പിക്കും GKയുടെ ലെവലിലെ ആയാലും എല്ലാ ടോപ്പിക്കും വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. GKയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം തന്നെ കൊടുത്ത് പഠിക്കണം, അല്ലേ? അതിനകത്തും നമുക്ക് സിലബസ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ജനറൽ PSCയിലെയും ക്ലാസ്സുകളിൽ ഏറ്റവും നമ്പർ 1 ആണ് നമ്മളെ മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സുകൾ. നിങ്ങളതുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കൃത്യമായി ക്ലാസ്സുകൾ കാണുക. ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോസ്റ്റ് അല്ല, ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. ഗസറ്റഡ് റാങ്കിലെ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ടാസ്കും അല്ല, അല്ലേ? അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, ക്ലാസ്സുകൾ കൃത്യമായി കാണുക, പറയുന്ന സ്ട്രാറ്റജികൾ കൃത്യമായി ഫോളോ ചെയ്യുക. എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഫ്രീ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ 1ാമത്തെ മൊഡ്യൂളിലെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി, കൃത്യമായി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ വീക്കിലും ഓരോ ആഴ്ചകളിലും സ്റ്റഡി പ്ലാനുകളുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ടൈം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരും. അതിനുശേഷം ടൈം ടേബിൾ തരും. ദെൻ PDF നോട്ട് തരും. ദെൻ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. ഈ എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം, എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെക്ഷനും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര ക്ലിയർ കട്ടായിട്ടാണ് നമ്മൾ എക്സാമിനെ ഫോക്കസ് ചെയ്തു പോകുന്നത്. നിങ്ങൾക്കറിയാം, 30 മാർക്കിനാണ് നമുക്ക് സബ്ജക്റ്റിൽ നിന്നും ഉള്ള ടോപ്പിക്ക് വരുന്നത്. ജനറൽ ടോപ്പിക്കുണ്ട്. സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. എങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. പ്രിലിമിനറി കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം കഴിഞ്ഞെങ്കിലും ലിസ്റ്റിനകത്ത് നിന്ന് എടുക്കാൻ ആളെ ഇല്ലാണ്ട് ലിസ്റ്റ് ക്യാൻസലായി പോകുമായിരുന്നു. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ 1ാമത്തെ മൊഡ്യൂളിലെ ഒരു ക്ലാസ് കാണാം. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? വാ. അതായത് 1ാമത്തെ മൊഡ്യൂളിനകത്ത് പറയുകയാണ് ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്. അതായത് ബുക്ക് കീപ്പിംഗ് മുതൽ ട്രയൽ ബാലൻസ് വരെ ഉള്ള ഓരോരോ കാര്യങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ദെൻ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ദെൻ അതുപോലെ തന്നെ ബുക്ക് കീപ്പിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ദെൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്, ബേസിക് ടേംസ് അറിയണം, ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ അറിയണം, ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ അറിയണം, ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം, അതുപോലെ തന്നെ ട്രയൽ ബാലൻസും റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്
ഇത് ഇത്രയും ചെയ്താൽ മാത്രം പോരാ, ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 മാർക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അതായത് അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബേസ് ആണ് അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കേ. അതായത് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് which are at least of a financial character and interpreting the results thereof. അതായത് പ്രത്യേകിച്ച് ഇത് നമ്മൾ +2 കാലം മുതലേ നിങ്ങളെല്ലാവരും കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആയിരിക്കും അല്ലേ. ദെൻ എന്താണ് ഇവർ പറയുന്നത് അക്കൗണ്ടിങ്ങിനകത്ത്? എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നു, ഡേറ്റയെ റെക്കോർഡ് ചെയ്യുന്നു, ദെൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എക്സ്പെൻസുകളുണ്ട്, ദെൻ എന്തൊക്കെ വരുമാനം, എന്തൊക്കെ ചിലവുകളായി അതിനെ പല പല ഹെഡുകളിലാക്കുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, എല്ലാം കൂടി സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. ദെൻ അതുപോലെ തന്നെ എന്ത് കാര്യവും നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രമേ മോണിറ്ററി ടേംസിലേ ചെയ്യത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിനകത്ത്. എന്നാൽ എന്താണ് മോണിറ്ററി ടേംസ്, മണി ടേംസിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ ഫിനാൻഷ്യൽ ക്യാരക്ടറായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. റിസൾട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ബിസിനസ് ഇങ്ങനെ ചുമ്മാതെ കുറേ ബിസിനസ്സിൽ സാധനം വരുന്നു, കുറേ വിൽക്കുന്നു, ഒന്നും നമ്മൾ നോക്കുന്നില്ല, കാൽക്കുലേഷൻസ് ഇല്ല, ലാഭമാണോ നഷ്ടമാണോ നോക്കുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. ദെൻ ആരാണ് മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിലേക്ക് വളരെ പരിചിതമാണ്. ആരാണ്? ലൂക്ക പാസോളിയാണ്. ഇറ്റലിക്കാരനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഇനി നമ്മൾ സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി അല്ല, ഡബിൾ എൻട്രി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാകും. ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാകും, റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടാകും. ഇതവിടെ നിൽക്കട്ടെ. ദെൻ സിസ്റ്റം ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതിയ വർഷം എന്ന് പറഞ്ഞാൽ 1494 അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ ചിലവുകളെല്ലാം കൂട്ടിയെടുക്കുന്നു, പിന്നെ എത്രത്തോളം വരുമാനമുണ്ടോ എന്നറിയുന്നു, ദെൻ അതിൻ്റെ റിസൾട്ട് അറിയുന്നു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുക ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നതെന്നല്ലേ. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പം നമ്മളൊന്നും പറഞ്ഞില്ല. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഫാദർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആരാണെന്ന് പറഞ്ഞു. ആരാണ് മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ? ലൂക്ക പാസോളിയാണ്. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ അടുത്തത് ഏതൊക്കെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നാണ്. അക്കൗണ്ടിങ്ങിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട് നോക്കിക്കേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. 3 ബ്രാഞ്ചാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത്. എന്താണെന്ന് നോക്കിക്കേ. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ബ്രാഞ്ചാണ്. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറിയൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഒരു പ്രോഡക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റോ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ദെൻ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ ദി ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രാക്ടീസ് ബൈ ആൻ അക്കൗണ്ടൻറ്റ്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസിലേക്ക് വരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ്ങിൽ കുറേ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും നമ്മൾ പിന്തുടരുന്നതായിട്ടുണ്ട്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്,
അതുപോലെ തന്നെ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൂഡൻസ് അഥവാ കൺസർവേറ്റിസം, അങ്ങനെ കുറേ പിന്നെ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, ഇത്തരം കുറേ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു അക്കൗണ്ടൻറ്റ് ഈ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് അക്കൗണ്ടിങ് വർക്ക്സ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നുമില്ല, അതായത് ഒരു ബിസിനസ് എന്താ പറയുക, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ചുരുക്കി ഞാൻ പറയാം, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടനെ അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഗോയിങ് കൺസേൺ, മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ദെൻ കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് എന്ന് വെച്ചാൽ ബിസിനസ് എപ്പോഴും ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ഇവരെപ്പോഴും നഷ്ടം വരുമെന്ന് മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവരെപ്പോഴും പിന്നെ കുറേ ഡെറ്റേഴ്സ്, കുറേ ആൾക്കാർ നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ അവൽ കുറച്ച് പേരെങ്കിലും തരത്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊക്കെ ഈ പറഞ്ഞ കൺസർവേറ്റിസം അഥവാ പ്രുഡൻസിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ്. ദെൻ അടുത്ത പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ ബിസിനസ് പിന്തുടരുന്ന എല്ലാ അക്കൗണ്ട്സ് വർക്കും, കഴിഞ്ഞ പ്രാവശ്യം ഡിപ്രീസിയേഷൻ 5% ആണ് ചാർജ് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യവും 5% തന്നെ ചാർജ് ചെയ്യണം. കമ്പാരിസണെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏത് റൂൾസാണോ ഏതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും വരും വർഷങ്ങളിൽ ചെയ്യണം. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ മാച്ചിങ് പ്രിൻസിപ്പിളുണ്ട്. ദെൻ അതുപോലെ തന്നെ റവന്യൂ റെക്കഗ്നേഷൻ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അതാത് വർഷത്തെ എക്സ്പെൻസുകൾ അതാത് വർഷത്തെ വരുമാനവും കൂടി നമ്മൾ മാച്ച് ചെയ്ത് തന്നെ എഴുതണം. ദെൻ അതൊക്കെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു ബേസിക്കലി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് പ്രിൻസിപ്പിൾസിൻ്റേതായിട്ട് നമുക്ക് സിലബസ് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയ വഴിക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ അതവിടെ നിൽക്കട്ടെ. ദെൻ എന്താണ് പറയുക, ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, അക്കൗണ്ടൻസി എന്ന് പറയുന്നു. ദെൻ അടുത്ത നോക്കിക്കേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അസിസ്റ്റ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് മെഷർ ദ ഓർഗനൈസേഷണൽ സക്സസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്. അതായത് എന്താണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ വരവ് ചെലവ് കണക്കുകളെയും കൃത്യമായി സൂക്ഷിക്കുക. അതിൽ നിന്നും നമ്മൾ റിസൾട്ട് എടുക്കുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ, ആ ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തെയും എങ്ങനെയാണ് ആ ഫിനാൻഷ്യൽ സാമ്പത്തിക സൗണ്ട്നെസ്, അതായത് എത്രത്തോളം സാമ്പത്തിക അവസ്ഥയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനം എത്രത്തോളം സക്സസ് ആണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എങ്ങനെയാണത് ചെയ്യുന്നത്? പാസ്റ്റ് റെക്കോർഡ്സിൽ നിന്നാണ്. തൊട്ട് മുമ്പ് ഇപ്പം ഇത്ര രൂപ 5000 രൂപ ചിലവാകും എന്നുള്ളതല്ല, ചിലവായത് വെച്ചിട്ടാണ്, പാസ്റ്റ് റെക്കോർഡ്സിൽ നിന്നുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ഓക്കെ, സൗണ്ട്നെസ് അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് റിലേറ്റ്സ് ടു ദ പാസ്റ്റ് പീരീഡ് സെർവ്സ് ദ സ്റ്റെവാർഡ്ഷിപ്പ്. സ്റ്റെവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്റ്റെവാർഡ്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യസ്ഥൻ എന്നാണ് അർത്ഥം. കാര്യസ്ഥൻ എന്നാണ് കേട്ടോ മലയാളത്തിലർത്ഥം. ഓക്കെ, ഇതാണെങ്കിൽ ഒരു കാര്യസ്ഥനെ പോലെ പ്രവർത്തിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ, മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്താലും, ഒരു ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ഗുഡ്സ് കൊടുത്താലും ചാരിറ്റി അക്കൗണ്ട് എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ മോണിറ്ററി ടേംസിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എഴുതി, എന്താ പറയുക, പാസ്റ്റിലുണ്ടായ എല്ലാ ചിലവുകളും എഴുതി നമ്മൾ കണക്കുകൾ സൂക്ഷിക്കുമ്പോൾ, കണക്കുകൾ അതിനകത്തുനിന്ന് റിസൾട്ടുകൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അറിയാൻ പറ്റും. ആ ഒരു ഓർഗനൈസേഷൻ ലാഭത്തിലാണോ അല്ലെങ്കിൽ അത് വളരെ സക്സസ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. പാസ്റ്റ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ it is primarily concerned with the provisions of financial information to all stakeholders. അതായത് എല്ലാവർക്കും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എന്നല്ല, ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്.
ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അറിയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ അസിസ്റ്റ് ഇൻ അനലൈസിങ് ദ എക്സ്പെൻഡിച്ചർ ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നത്? ഓഫ് വേരിയസ് പ്രോഡക്റ്റ് മാനുഫാക്ചേർഡ് ഓർ സർവീസസ് റെൻറ്റഡ് ബൈ എ ഫേം ആൻഡ് ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ദെയർ ഓഫ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര രൂപ കോസ്റ്റായി, ഇത് എത്ര രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകുന്നു. ലാഭം ഇത് പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് കോസ്റ്റ് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് അടുത്ത വിലയിടാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കറക്റ്റ് കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിഫിക് മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ഇതുവഴി ഇതെങ്ങനെ നമ്മളെ എങ്ങനെ സഹായിക്കും? ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? കൺട്രോളിങ് ദി കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസസറി കോസ്റ്റിംഗ് ഇൻഫർമേഷൻ. കോസ്റ്റിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പം ഓരോ കാര്യത്തിനും നമ്മളിപ്പോൾ ആദ്യം ഒരു ട്രാവലിങ്ങിനായിട്ട് നമ്മൾ ഇവിടുന്ന് ബസ്സിനകത്ത് കുറേ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി, ഇത്ര രൂപ ചിലവായി. ദെൻ നമ്മൾ അങ്ങനെ എഴുതി വെച്ചപ്പോൾ കാണാൻ ഒത്തിരി ബസ് കൂലി ആയതായിട്ട് തോന്നി. ദെൻ അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ട്രെയിനകത്ത് പോയാലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ പല രീതിയിലും, ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ദെൻ കോസ്റ്റിനെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കും. ദെൻ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ ടു എനേബിൾ ദം ടു ഡിസിഷൻ മേക്കിങ്ങും പ്ലാനിങ്ങിനും കൺട്രോളിങ് ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ഈ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമുക്കുണ്ടായ വരവ് ചിലവ് കണക്കുകളെല്ലാം കൂടെ കൂട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ പറ്റും. ഒരു ബിസിനസ് സക്സസ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിന് വേണ്ടിയിട്ട് എത്ര രൂപയായി എന്നുള്ളത് അറിയാൻ പറ്റും. ഇതുവഴി ഇതിനെ കൃത്യമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഇനി എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. കുറേ ചിലവുകൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനടുത്തേന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ ടു എനേബിൾ ദം ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ആൻഡ് കൺട്രോൾ. തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണുള്ളത് കേട്ടോ. അപ്പം അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞു, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറഞ്ഞു. അടുത്ത് നോക്കിക്കേ, ബുക്ക് കീപ്പിംഗ്. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സിലേക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസിനെ എല്ലാം എഴുതി വെക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ബുക്ക് കീപ്പിംഗ് എന്ന്. ദെൻ ഇൻ അതർ വേർഡ്സ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് കാൾഡ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നു. എന്താ എഴുതി വെക്കുന്നത്? ട്രാൻസാക്ഷൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നു. സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് നോക്കിക്കേ. ഒറിജിനൽ അക്കൗണ്ട്സും ട്രയൽ ബാലൻസും, അതായത് ഈ ബുക്ക് കീപ്പിങ്ങിൽ നിന്നുമാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റാസ് കിട്ടുന്നതാണ് ഇവിടെ നിന്നും? ബുക്ക് കീപ്പിങ്ങിൽ നിന്നും. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ ബുക്ക് കീപ്പിങ്ങിന്. അതുപോലെ തന്നെ ലോവർ ലെവലിലുള്ള ജോലിക്കാർ ചെയ്യുന്നതാണ്. ലോവർ ലെവലിലെ ക്ലർക്ക് ചെയ്യുന്ന ജോലിയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതൊരിക്കലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് ഒരു ഫൈനൽ റിസൾട്ടും ഇല്ല. ബുക്ക് കീപ്പിങ്ങിന് ഒരു ഫൈനൽ റിസൾട്ട് ഇല്ല. എന്ന് വെച്ചാൽ ഒരു ക്ലർക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നു, ഡേറ്റാസ് എല്ലാം എഴുതി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. റിസൾട്ട് ഇല്ല, പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല. പക്ഷേ ബുക്ക് കീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസിനെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്ത് വെക്കും. ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ
റിസൾട്ടും ഉണ്ടാകുന്നു. എങ്ങനെയാണ് റിസൾട്ട് ചെയ്യുന്നത്? അത് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഓരോ എക്സ്പെൻസുകളുടെ ഒരു ഹെഡ്, അസറ്റുകളുടെ ഒരു ഹെഡ്, ലയബിലിറ്റിയുടെ ഒരു ഹെഡ്, അങ്ങനെ പല പല ഹെഡുകളാക്കി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വൈഡ് സ്കോപ്പാണുള്ളത്. ഇതുപോലെ തന്നെ ഇതിനെന്താണ് ലോവർ ലെവൽ മുതൽ ലോവർ ലെവലുണ്ട്, ദെൻ അതുപോലെ തന്നെ മിഡിൽ ലെവലും ഹൈ ലെവലിലും ഇത് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനെന്തിന് ഡിപ്പെൻസ് ഉണ്ടോ? അതെ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്ന ഇത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡേറ്റ വാങ്ങിയിട്ടല്ലേ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻസ് അപ്പോൺ ബുക്ക് കീപ്പിംഗ്. ദെൻ അതുപോലെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ്? അക്കൗണ്ടിങ് ആണ്. നമ്മൾ വളരെ കുറച്ച് കാര്യമേ പറഞ്ഞുള്ളൂ. ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണെന്നുള്ളത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. നേരെ മറിച്ച് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, ഇതുകൂടാതെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല റിസൾട്ടും തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും വൈഡർ സ്കോപ്പ് ഉള്ളതും ഇമ്പോർട്ടൻസ് ഉള്ളതും എന്തിനാണ്? അക്കൗണ്ടിങ്ങിനാണ്. ഓക്കെ ആണോ? ഇതിനടുത്തത് ഈ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിലുണ്ടാകുന്ന എല്ലാ ഇടപാടുകളെയും കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനും, ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അറിയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ മീനിങ് ഇൻഫർമേഷൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിലേക്ക് താല്പര്യമുള്ള പല വ്യക്തികളിലേക്ക്, ഇപ്പം ആരൊക്കെയാണ്? ഇപ്പം എംപ്ലോയീസിന് അറിയണം, എംപ്ലോയീസിന് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയർ ഹോൾഡേഴ്സിന് അറിയണം, ടാക്സ് അതോറിറ്റീസിന് അറിയണം, ഗവൺമെൻറ്റിന് അറിയണം. അങ്ങനെ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നമ്മുടെ കറക്റ്റ് ഇൻഫർമേഷൻ എത്തേണ്ടതായിട്ടുണ്ട്. സോ പ്രൊവൈഡിങ് മീനിങ് ഇൻഫർമേഷൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ ദ ബിസിനസ്. മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് എന്താ? അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നോർമലി ചിന്തിച്ച് നോക്കിക്കേ. എന്ന് വെച്ചാൽ ബിസിനസ്സിലെ ഇടപാടുകളെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കണം. ലാഭമാണോ നഷ്ടമാണോ എന്നറിയണം. സാമ്പത്തിക പൊസിഷൻ എത്രയാണെന്ന് അറിയണം. ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ പലരിലേക്കും എത്തിക്കേണ്ടതായിട്ടുമുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ബിഗിൻ വേർ ബുക്ക് കീപ്പിംഗ് എൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ അല്ലേ? ഈ റെക്കോർഡ് ചെയ്ത സാധനം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ അക്കൗണ്ട്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് പറയുന്നതാണ് എന്താണ്? അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻസ്. എവിടെയാണോ അക്കൗണ്ടിങ് ബിഗിൻ ചെയ്യുന്നത്, ഇതുണ്ട് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ബിഗിൻസ് വെൻ അക്കൗണ്ടിങ് എൻഡ്സ്. എപ്പോഴാണ് ഓഡിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളുടെ എന്താ പറയുക, ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യതയോടെയും വ്യക്തതയോടെയാണോ ചെയ്തിരിക്കുന്നത് എന്ന് ഒന്ന് വീണ്ടും പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ വർക്ക് എല്ലാം ചെയ്തതിന് ശേഷമാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിങ് എൻഡ്സ്. ദെൻ അടുത്ത നോക്കിക്കേ, ഇന്റേണൽ യൂസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇന്റേണൽ യൂസേഴ്സ് അക്കൗണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുറേ ആളുകളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാനുണ്ട്. ആർക്കൊക്കെയാണ്? മാനേജ്മെൻറ്റിന് അറിയണം, എംപ്ലോയീസിന് അറിയണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, റിസർച്ചേഴ്സ്, ഇവരെല്ലാവരെയും കൂടി കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ്. ഇവരെല്ലാവരെയും നമ്മൾ കളക്റ്റീവ്ലി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഇൻവെസ്റ്റേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഈ ബാങ്കിൻ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി അറിയേണ്ട ആളുകൾ ആരൊക്കെയാണ്? ദെൻ ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇനി അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ്, ടേംസ് ഇൻ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളാണ്. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബിസിനസ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു ടേമാണല്ലേ ബിസിനസ് എന്ന് വെച്ചാൽ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വാല്യൂ.
അതായത് ഒരു വാല്യൂവിന് വേണ്ടിയിട്ട്, ഒരു വാല്യൂ വെച്ചാൽ ഒരു മോണിറ്ററി ടേംസിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ എക്സ്ചേഞ്ചിനെയാണ്, കൈമാറലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന് എന്താണ്? ഒരു വാല്യൂ ഉണ്ടാകും. ഇറ്റ് എയിംസ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ഓർ സർവീസസ് ടു പീപ്പിൾ. ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിലപ്പം പ്രോഡക്റ്റ് വിറ്റിട്ടാവാം, അല്ലെങ്കിൽ അത് സർവീസ് ചെയ്തിട്ടാവാം. ഹോസ്പിറ്റലിനൊക്കെ ലാഭം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, സർവീസിൻ്റെ ലാഭമല്ലേ അവർക്ക്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ വാല്യൂ, അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനതുപോലെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇടപാടെന്നാണ് അർത്ഥം. ട്രാൻസാക്ഷൻസിന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇടപാടുകൾ എന്നാണ് പറയുക. ഇടപാട് എന്താണ്? ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. ഇറ്റ് ക്യാൻ ബി പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് ഓഫ് മണി ആവാം, ദെൻ പേയ്മെൻറ്റ് ഓഫ് എ ക്രെഡിറ്റർ, എൻക്വയറിങ് എക്സ്പെൻസസ് എക്സെട്ര. ഒരു ഇടപാട് എങ്ങനെയാണ് ഇടപാടുകൾ നടക്കുന്നത്? ഞാനിപ്പം ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപയുടെ സാധനം വാങ്ങി, ഒരു ഇടപാടാണ്. 5000 രൂപയുടെ സാധനം വാങ്ങി, ക്യാഷ് കൊടുത്ത് വാങ്ങി, 5000 രൂപ കൊടുത്തു, 5000 രൂപയുടെ സാധനം എനിക്ക് കിട്ടി, അതൊരു ഇടപാടാണ്. മനസ്സിലായോ? ഞാൻ ബാങ്കിൽ കൊണ്ടുവന്ന് 5000 രൂപ നിക്ഷേപിച്ചു, അതും ഒരു ഇടപാടാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം സംഭവിക്കുകയാണ്, ഇൻവോൾവിങ് എ വാല്യൂ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ, 2 or അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന വാല്യൂ, ഒരു ഇടപാടിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഗുഡ്സ് ഉണ്ടാവാം, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതുണ്ടാവാം, അത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടാവാം. ദെൻ നമ്മൾക്ക് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും, നമ്മൾ ഈ ടേംസ് എല്ലാം നമ്മൾ പറയും. കൊടുക്കാനുള്ളവർക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുത്തതാവാം. അങ്ങനെ വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്താണെന്നാ പറയുക? ഇടപാടുകൾ എന്നാണ് പറയുക, ട്രാൻസാക്ഷൻസ്. ദെൻ അടുത്തത് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ളത്, ഒരു ബിസിനസ്സിന് ബാധ്യത. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ബാധ്യത എന്നാണ് അർത്ഥം. അതായത് ഒരു ബിസിനസ് പുറത്തേക്ക് എന്തെല്ലാം കൊടുക്കാനുണ്ടോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റി. ഓക്കെ, ദെൻ ക്യാപിറ്റലാണ്. അടുത്ത എന്താണ്? ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയെ പറയുന്ന പേരാണ് മൂലധനം അഥവാ ക്യാപിറ്റൽ. ഇതെന്ന് പറഞ്ഞാൽ ക്യാഷ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഗുഡ്സ് ആവാം, ക്യാഷോ ഗുഡ്സോ ഫിക്സഡ് അസറ്റുകളാവാം. ഇത് ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 5000 രൂപയുടെ ഗുഡ്സ് കൊണ്ടുവന്നു, 50,000 രൂപ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്താണ്? എൻ്റെ ക്യാപിറ്റലാണ്. ഇതെല്ലാം എൻ്റെ മൂലധനത്തിൻ്റെ ഹെഡിലാണ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ദെൻ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ദെൻ ഫിക്സഡ് അസറ്റ് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ് എഴുതുന്നത്. നമ്മളൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതുന്നത്. ഇങ്ങനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുന്ന സമയത്ത്, നോർമലി ഒരു ഡെബിറ്റും ക്രെഡിറ്റും അല്ലേ വരുന്നത്, ദെൻ അതിന് കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ പറയാം. ദെൻ അപ്പോൾ നമ്മൾ മൂലധനം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അത് ക്യാഷ് ആവാം, പിന്നെ ഗുഡ്സ് ആവാം, എന്തെങ്കിലും ആവാം. ഓക്കെ, ദെൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് എന്ന് വെച്ചാൽ സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ എത്ര രൂപയുടെ സാധനമാണോ വിറ്റത് അതിൻ്റെ ആ ഒരു ഹെഡിൽ എത്ര രൂപയുടെ വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെയിൽസ് എന്ന് പറഞ്ഞത്. ഈ സെയിൽസിനെ രണ്ടായിട്ട് തിരിക്കും. ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്, ക്യാഷ് സെയിൽസും ഉണ്ട്. മനസ്സിലായോ? നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ബിസിനസ്സിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പൈസകൾ കിട്ടുന്നുണ്ടോ അതിനെ നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദെൻ ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. സെയിൽസ് ഉണ്ട്. സെയിൽസിനകത്ത് ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ക്യാഷ് സെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസ് എന്നും. എന്നാൽ സാധനം വിറ്റു, പക്ഷേ അദ്ദേഹം കടത്തിനാണ് നമ്മൾ വിറ്റത്, അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടത്തിനാണെന്ന് എഴുതി വയ്ക്കും. അപ്പോൾ ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ദെൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധനം വിറ്റു, പക്ഷേ ഒരു 5000 രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം 1000 രൂപയുടെ സാധനം അവർ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ എന്തെന്ന് പറയും? സെയിൽസ് റിട്ടേൺ എന്ന് പറയും. എന്താണ് സെയിൽസ് റിട്ടേൺ? ഓക്കെ, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്. ദെൻ അടുത്ത നോക്കിക്കേ, റവന്യൂ. റവന്യൂ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം. അത് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? അവർ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് കഴിയുമ്പോഴല്ലേ ലാഭം ഉണ്ടാക്കുന്നത്. അങ്ങനെ
ദ റവന്യൂ എന്ന് വെച്ചാൽ എമൗണ്ട് ദി എമൗണ്ട് ഓഫ് ദ ബിസിനസ് ഏൺഡ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ വിറ്റുകൊണ്ടോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റവന്യൂ. ദെൻ ഇൻ അതർ ടേം ദ അതർ ഐറ്റംസ് ഓഫ് റവന്യൂ ആർ കോമൺലി മെയിൻ ടു ബിസിനസ് ആർ കമ്മീഷൻ കിട്ടാം, ഇൻട്രസ്റ്റ് കിട്ടാം, ഡിവിഡൻഡ് കിട്ടാം, റോയൽറ്റി കിട്ടാം, റെൻറ്റ് റിസീവ്ഡ് ആണ്. ദെൻ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വരുമാനമാണ്. ഒരു ബിസിനസ്സിന് കിട്ടുന്ന വരുമാനത്തിനെ പറയുന്ന പേരാണ് ഇൻ ഷോർട്ട് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്പെൻസ്? കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്ന തുകയെ എക്സ്പെൻസിനെ ചിലവാകുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ എ ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ, ഇതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നു. ദെൻ ജനറലി എക്സ്പെൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, മെഷർ ചെയ്യുന്നത് ദി കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ് ഓർ സർവീസസ് യൂസ്ഡ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് എന്തെല്ലാം സർവീസുകൾ കിട്ടി, മെഷർ ചെയ്ത് എത്ര രൂപയുടെ അസറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു, ഉപയോഗിച്ചു, അതുപോലെ തന്നെ എത്ര രൂപയുടെ സർവീസ് നമ്മൾ ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഒന്നുമില്ല, ഒരു ബിസിനസ്സിൽ എത്രത്തോളം ചിലവുകൾ ഉണ്ടായി, ഈ ചിലവുകൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബിസിനസ്സിൽ എക്സ്പെൻസുകൾ ഉണ്ടാകുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇതുപോലെ യൂഷ്വൽ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ്, സാധാരണ രീതിയിലുള്ള എക്സ്പെൻസുകളെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷന്, റെൻറ്റ്, വേജസ്, അതുപോലെ തന്നെ സാലറീസ്, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ്, വാട്ടർ, ടെലിഫോൺ എക്സെട്ര. ഇതെല്ലാം പല എക്സ്പെൻസുകളുണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിക്കും. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെന്നും, പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമല്ലാതെ സെല്ലിംഗ് ആൻഡ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അല്ലെങ്കിൽ റെൻറ്റ് അങ്ങനെയുള്ള പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെന്നും പറയാറുണ്ട്. ഓക്കെ. എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഇൻ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ചിലവിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെൻസ്. ഓക്കെ. അടുത്ത് നോക്കിക്കേ, എക്സ്പെൻഡിച്ചർ എന്നാൽ എന്താണ്? നോക്കിക്കേ, സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിംഗ് ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് ഓർ സർവീസസ്. അതായത് സ്പെൻഡിങ് മണി, പൈസ ചിലവാക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്യാഷ് ചിലവാക്കുന്നു, നമ്മൾ പറഞ്ഞില്ല ക്യാഷ് ചിലവാക്കി കഴിഞ്ഞാൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങി, ഒരു അസറ്റ് വാങ്ങി, പക്ഷേ എന്തായി? ഒരു ലയബിലിറ്റി അറൈസ് ചെയ്തു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ലയബിലിറ്റി ഉണ്ടായി. ഇൻക്വയറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ് കിട്ടി, പക്ഷെ പകരം നമുക്ക് ലയബിലിറ്റി ഉണ്ടായി. ദെൻ ഓർ സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കാൾഡ് എക്സ്പെൻഡിച്ചർ. ഗുഡ്സ് പർച്ചേസ് ചെയ്തേയാവാം, ഒന്നുകിൽ നമ്മൾ ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യും, മിഷനറി ക്യാഷിന് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യും. ദെൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് മിഷനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ഇതെല്ലാം തന്നെ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളുക. ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ 1 year, ഇതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നു. അതായത് ഇതിനെ നമ്മൾ എന്താ പറയുക? റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഞാനൊരു കുറച്ച് പൈസ ചിലവാക്കി, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു വർഷത്തിനകമേ ഉള്ളൂ, ഒരു വർഷത്തേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ എ ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്നാ പറയുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഇപ്പോൾ ഫർണിച്ചർ ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ മിഷനറിയൊക്കെ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ്സിലേക്ക് ഒന്നുകിൽ ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ആയിട്ടോ നമ്മൾ പ്രോഡക്റ്റോ സർവീസുകളോ വാങ്ങുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അതിനകത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനറി വാങ്ങിക്കുന്നതാവാം, അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാം ഇതിനകത്ത് വരും. അതുപോലെ തന്നെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന്. ദെൻ ഒരു വർഷത്തിൽ കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ്, ഒരു ചിലവ് നമ്മൾ ഒരു പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ, ക്യാഷ് നമ്മൾ ചിലവാക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. ദെൻ അഥവാ ഒരു വർഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സ്പെൻസ് അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ?